നമസ്കാരം. തുടർച്ചയായ 4 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് മൊമെൻറ്റം വരികയും ഇൻഡെക്സ് 1.17% ഉയർന്ന് 24,765-നടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മാർക്കറ്റിൽ ഒരു ബ്രോഡ് ബേസ്ഡ് ബൈയിങ് പ്രകടമായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 1.44%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 1.38% ഉയർന്നു. മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു ബൈയിങ് മൊമെൻറ്റം US-ഇറാൻ സംഘർഷത്തിൽ വന്ന അയവ് മൂലമല്ല, മറിച്ച് മാർക്കറ്റ് വളരെ വലിയ ഒരു കറക്ഷന് ശേഷം വന്ന ഷോർട്ട് കവറിംഗ് മൂവ്മെൻറ്റ് മൂലമാണ്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇറാൻ US-ന് മുന്നിൽ ചില കണ്ടീഷണൽ ഓഫർ വെച്ചു എന്ന രീതിയിലുള്ള അപ്ഡേറ്റും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ കണ്ടീഷണൽ ഓഫറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുമ്പും ഇറാൻ പ്രൊപ്പോസ് ചെയ്ത അല്ലെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച അതേ രീതിയിലുള്ള കണ്ടീഷണൽ ഓഫറുകൾ തന്നെയാണ്. കൂടാതെ രൂപയുടെ മൂല്യം ഇടിയുന്നതും ക്രൂഡിൻ്റെ വില $84 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുന്നതുമൊക്കെ മാർക്കറ്റിനെ ആശങ്കപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇന്ത്യ വിക്സിൽ വളരെ വലിയ മൂവ്മെൻ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. ഇന്ത്യ വിക്സ് കൂളായതും മാർക്കറ്റിൽ ബൈയിങ്ങിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം US-ഇറാൻ സംഘർഷം തുടരുന്നതും ഗൾഫിലുള്ള US ഓയിൽ ടാങ്കറിനെ ഇറാൻ അറ്റാക്ക് ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് അപ്ഡേറ്റും മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ഉയർത്തുന്ന ചില ഫാക്റ്റുകളുമാണ്. മാർക്കറ്റ് തുടർച്ചയായ ഇടിവിന് ശേഷം വന്ന ഒരു ഷോർട്ട് കവറിംഗ് റാലിയായിട്ട് തന്നെയാണ് ഒട്ടുമിക്ക അനലിസ്റ്റുകളും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ വന്ന മൂവ്മെൻറ്റിനെ വിശേഷിപ്പിക്കുന്നത്. കൂടാതെ ഇന്ത്യ US ട്രേഡ് ഡീൽ ഉടൻ തന്നെ ഫൈനലൈസ് ആകുമെന്നുള്ള US ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റും മാർക്കറ്റിൽ ചില സെക്ടറിൽ ബൈയിങ്ങിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്തു. മെറ്റൽ, കൺസ്യൂമർ ഡ്യൂറബിൾ, റിയാലിറ്റി, ഓട്ടോ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ മൊമെൻറ്റം നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രകടമായി. ഇന്ത്യ വിക്സിൽ വന്ന കൂൾ ഓഫ് ഇന്ന് മാർക്കറ്റിനെ ഏറെക്കുറെ സ്റ്റേബിൾ പെർഫോമൻസ് നടത്താൻ സഹായിക്കുകയും ചെയ്തു. 24,700-ന് മുകളിൽ മാർക്കറ്റ് ക്ലോസിംഗ് നൽകിയ സാഹചര്യത്തിൽ 24,950, 25,000 തുടങ്ങിയ റേഞ്ചുകളായിരിക്കും അടുത്ത പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 24,500 മാർക്കറ്റിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായും പ്രവർത്തിക്കും. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും അധികം പ്രതിഫലിച്ചിരിക്കുന്നത് ക്രൂഡിൻ്റെ വിലയിലാണ്. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇന്ന് $85 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $70 പെർ ബാരൽ എന്ന ലെവലിലായിരുന്നു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപുള്ള വില. അവിടെ നിന്നും ഒരാഴ്ച കൊണ്ടാണ് $85 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നത്. പ്രമുഖ ബ്രോക്കേജ് ഫിമായ JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ക്രൂഡിൻ്റെ വില ഉയരുന്നത് ഇന്ത്യൻ ഓയിൽ കമ്പനികളിൽ, അതായത് ചില ഇന്ത്യൻ ഓയിൽ കമ്പനികൾക്ക് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ റവന്യൂ ക്രൂഡിൻ്റെ വിലയ്ക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് ക്രൂഡിൻ്റെ വില ഉയരുമ്പോൾ ഈ രണ്ട് കമ്പനികളുടെയും റവന്യൂ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് JM ഫിനാൻഷ്യലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ക്രൂഡിൻ്റെ വില $70 പെർ ബാരൽ എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇത് ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ഏണിംഗ് പെർ ഷെയറിൽ 1.5 മുതൽ 2% നേട്ടമുണ്ടായേക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ JM ഫിനാൻഷ്യൽ ഓയിൽ ഇന്ത്യ, ONGC തുടങ്ങിയ കമ്പനികൾക്ക് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. ഓയിൽ ഇന്ത്യക്ക് 560 രൂപയുടെ ടാർഗറ്റും ONGCക്ക് 320 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതേസമയം ക്രൂഡിൻ്റെ വില ഉയർന്ന് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് HPCLനെ സംബന്ധിച്ച ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആയിരിക്കും. HPCL എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. JM ഫിനാൻഷ്യൽ മാത്രമല്ല, AMK ഗ്ലോബലിൻ്റെ റിപ്പോർട്ടിലും ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ONGC, ഓയിൽ ഇന്ത്യ തുടങ്ങിയ കമ്പനികളുടെ ഏണിംഗ് പെർ ഷെയറിൽ 13 മുതൽ 10% വർധനവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ONGCക്ക് 315 രൂപയുടെ ടാർഗറ്റും ഓയിൽ ഇന്ത്യക്ക് 580 രൂപയുടെ ടാർഗറ്റുമാണ് പ്രമുഖ ബ്രോക്കേജ് ഫിമായ AMK ഗ്ലോബൽ നൽകിയിരിക്കുന്നത്. ഇനി ഓയിലിൻ്റെ വില ഉയരുന്നത് HPCLനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഓയിലിൻ്റെ വില $70 പെർ ബാരലിന് മുകളിലേക്ക് ഉയർന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ HPCLൻ്റെ എബിറ്റയിൽ 7 മുതൽ 9% ഇടിവ് വരാമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. രണ്ടാമത്തേത് LNGയിൽ വരാൻ പോകുന്ന ഷോർട്ടേജാണ്. തുടർച്ചയായി LNGയുടെ സപ്ലൈയിൽ ഡിസ്റ്റർബൻസ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ LNGയുടെ വിലയിൽ ഒരു ഷൂട്ടിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ LNGയുടെ സപ്ലൈ കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ ഗ്യാസിൻ്റെ വിലയിൽ 70 മുതൽ 80% വർധനവുണ്ടാവുകയും ചെയ്തു. ലോകത്തേക്ക് ആവശ്യമായിട്ടുള്ള LNGയുടെ 25% സപ്ലൈ ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. ഖത്തറിലുള്ള പ്രൈമറി LNG സപ്ലൈയിൽ ഡിസ്റപ്ഷൻ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് LNGയുടെ വില ഉയരുന്നത്. ഇത്
ഗെയിൽ, പെട്രോനെറ്റ്, ഗുജറാത്ത് ഗ്യാസ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോളിയം, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മഹാനഗർ ഗ്യാസ് തുടങ്ങിയ കമ്പനികളുടെ മാർജിനെ പ്രതികൂലമായി ബാധിക്കാനും ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് ഡേറ്റയായിട്ടും അനലിസ്റ്റുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്.